എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എല്ലാ തവണയും ടെൻഷനാണ്. നോമിനേഷൻ വരുമ്പോൾ ചെറിയൊരു ടെൻഷൻ വരും. ലക്ഷ്മി ലാലേട്ടാ എന്താണെങ്കിലും ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിൽ. ലൈഫ് അങ്ങനല്ലേ? യെസ്. ലൈഫ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഗെയിമാണ്. ഇതുപോലത്തെ ആൾക്കാരെ മീറ്റ് ചെയ്യും, അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഇന്റലിജൻസ് ഉപയോഗിച്ച് അല്ലേ കാര്യം. പോക്കറ്റിൽ എന്താ? ഒരു സ്റ്റൈൽ. സ്റ്റൈലിട്ടാണ്, നല്ല സ്റ്റൈലാണ്. പ്രേക്ഷകർക്കും ആ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നല്ലേ? എന്തായാലും പിന്നെ ഈ സ്റ്റൈൽ ഇരുന്നോളൂ, പിന്നെ ഇരിക്കും. സാബുമാൻ എങ്ങനെയാണ്? ഭയങ്കര ഡാൻസ് ആയിരുന്നല്ലോ. എന്താണ് വിശ്വാസം? അറിഞ്ഞൂടാ, എന്തായാലും വരുന്നത് പോലെ. അതിപ്പോ എല്ലാരും വേറെ എന്ത് ചെയ്യാക്കും? അതെ, ഒന്നും ചെയ്യാൻ. എന്നാലും ഒരു ഷാഹുമാന് തോന്നുന്നുണ്ടോ ഈ 2-3 ആഴ്ച കൊണ്ട് ഷാഹുമാൻ ആൾക്കാർക്ക് ഇഷ്ടമായി, അല്ലെങ്കിൽ അവര് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ തോന്നുന്നുണ്ടോ? എനിക്ക് അത്ര ഉറപ്പില്ല. പിന്നെ ഡാൻസ് കളിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ, ഇതൊരു ഡാൻസ് റിയാലിറ്റി ഷോ അല്ലേ, അതുകൊണ്ട്. അല്ലല്ല, ഡാൻസിന്റെ മാത്രമല്ല. അതല്ല ജനറലി. ഞാൻ ഹാപ്പിയാണ്. എന്റെ 3 ഹൃദയമുള്ള ആളല്ലേ നെവിൻ? എന്താണ് നെവിന്റെ? എല്ലാ വീക്കും ഞാൻ നോമിനേഷൻ വരുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള മനസ്സിനെ പാകപ്പെടുത്തിയിട്ടാണ് നിൽക്കുന്നത്. ബിക്കോസ് ഒരാഴ്ചയും എനിക്ക് ബോണസാണ്. നെവിനെ ആൾക്കാർക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ നെവിനെ ഇവിടെ നിർത്തുന്നത്. അതെ. അപ്പൊ നെവിൻ ആ ഒരു വിശ്വാസം വേണ്ടേ? നമ്മളെ മുന്നോട്ട് നയിക്കുന്ന എന്താണ്? ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയും അല്ലെ? ആ വിശ്വാസം വേണം. ഞാൻ കളിക്കാൻ വന്ന ആളാണ്, ഞാൻ കളിച്ച് ജയിക്കും. അങ്ങനെയല്ലോ ജീവിതം, അങ്ങനല്ലേ? ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഞാനൊക്കെ എത്രയോ ചലഞ്ചസിൽ കൂടെ ജീവിതത്തിലെ കണ്ടുവന്ന ആളാണ്. നമ്മൾ കരയാൻ പോയ അതിനെ സമയമുള്ളൂ. നമ്മൾ വിജയിക്കാൻ വേണ്ടി വന്ന ആളാണ്. അതുകൊണ്ട് നെവിനൊരു കാര്യം മനസ്സിലാക്കൂ, പ്രേക്ഷകർക്ക് നെവിനെ ഇഷ്ടമാണ്. യു ആർ സേവ്ഡ്. ഒരു കാര്യം ചെയ്യൂ, ഇരുന്നോളൂ. നോറ, യു ആർ ഓൾസോ സേവ്ഡ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങളെല്ലാം വന്നിരിക്കുന്ന കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ? ഒരു മത്സരാർത്ഥിയായിട്ടാണ്, അല്ലാതെ ആരും റെപ്രസെന്റേറ്റീവ് ആയിട്ടല്ല. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പക്ഷെ നമ്മൾ കാണുന്നത് എല്ലാം ഗെയിം മറന്നുകൊണ്ട് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് അത് മാത്രം കോണ്ടന്റ് ആക്കാൻ നോക്കുകയാണ്. അങ്ങനെയല്ല ഗെയിം കളിക്കുക. അതുകൊണ്ട് ആ ഒരു കാർഡ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇതിലൊരു കോണ്ടന്റ് ഉണ്ടാക്കുന്ന കാർഡ് ഞാൻ വലിച്ചു കീറുകയാണ്. അതിലാരും കളിക്കണം. നമ്മുടെ ഗെയിമിന്റെ പകുതിയിൽ എത്തി നിൽക്കുകയാണ്. ഏറ്റവും ടഫായിട്ടുള്ള പീരീഡിൽ കൂടെയാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് ഗെയിം കളിച്ച് ജയിക്കുന്ന കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ, ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആലോചിച്ച് ഗെയിം കളിക്കൂ, നന്നായിട്ട് കളിക്കൂ, കളിച്ച് മുന്നേറും. ഗുഡ് നൈറ്റ്, നാളെ കാണാം. ബിഗ് ബോസ് വീട്ടിലെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് എല്ലാം നമുക്ക് നാളെ വീണ്ടും അവരുമായി സംസാരിക്കാം. കൂടാതെ എവിക്ഷനിലൂടെ ഇനി ആരാണ് ഈ വീട് വിട്ട് പുറത്തു പോകുന്നത് എന്നും അറിയാം. വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ പോയി വരാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.